എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് ആദ്യത്തെ കാണാമറയത്തിൽ ഇതുപോലെ അച്ചായൻ ഭാഷ സംസാരിക്കാൻ പറ്റി. എം ടിയുടെ സ്ക്രിപ്റ്റുകളിൽ നല്ല വള്ളുവനാടൻ ഏറനാടൻ ഭാഷ, ഋതുഭേദം പോലെയുള്ള സിനിമകൾ എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അതിൽ ഇങ്ങനെ പഴയ ബുക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബാലേന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് കേശു എന്നുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് വിനീതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേശു പറയുന്നൊരു ഡയലോഗുണ്ട്, അവിടുത്തെ ശരിയാവില്ല മാഷേ, അവിടുത്തെ ആകാശത്തിന് നമ്മുടെ ആകാശത്തിൻ്റെ അത്ര ഭംഗിയില്ല എന്ന് പറയുന്നൊരു ഷോട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ മനസ്സറിഞ്ഞ് ചെയ്ത ഷോട്ടാണ് സത്യത്തിൽ ഡബ് ചെയ്തത്. ഗുണല്ല മാഷേ, ഇവിടെ കൊത്തിക്കളിച്ച് വല്ലതും ഉണ്ടാക്കിയ അതിലും ഭേദാ. പിന്നെ ഇവിടുന്ന് കാണുന്ന രസമില്ല മാഷേ അവിടുത്തെ ആകാശത്തിന്. അപ്പോൾ അങ്ങനെ വളരെ അപൂർവമായിട്ട് എം ടിക്ക് പിന്നെ ഒരു വിശ്വാസമായി കൃഷ്ണേന്ദ്രനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് പിന്നെ ആരും അവിടെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പുള്ളി ആ ഭാഷ കറക്റ്റായിട്ട് പറഞ്ഞോളും എന്നുള്ളൊരു ധൈര്യം കാരണം വൈശാലിയിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി. പിന്നെ എത്ര സിനിമകൾ ഡബ് ചെയ്യുന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഭാഗ്യം തോന്നിയിട്ടുള്ള 2 കാര്യം ഡബ്ബിങ്ങിന് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്. നമ്മുടെ പ്രശസ്ത ഗായകനായ ജയചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ നിന്ന് നക്ഷത്രങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനീതിന് ഞാൻ ഡബ് ചെയ്യുന്നു, ജയേന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പുള്ളി തന്നെ ഡബ് ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഡെയ്സി എന്നുള്ള ചിത്രത്തിൽ കമലഹാസൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ്റെ കൂടെ നിന്ന് ഡബ് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അനിയത്തിപ്രാവിൽ ഞാൻ മറ്റേ കുഞ്ചാക്കോ ബോബനും ചെയ്തപ്പോൾ അത് ആ ഒരു 16 പേരെ കൊണ്ട് മറ്റേ ശബ്ദം വോയിസ് ടെസ്റ്റ് നടത്തിയിട്ട് അവസാനം എന്നെ വിളിച്ചതാണ്. കാരണം ഫാസിലിൻ്റെ അതിന് മുമ്പേ ഞാൻ എന്നെന്നും കണ്ണേട്ടൻ്റെ ചെയ്തിരുന്നു. ഫാസിൽ പിന്നെ സ്ഥിരം ശബ്ദം യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് വേറെ കുറേ പേര് ട്രൈ ചെയ്ത് ശരിയാവാതെ അവസാനം പടത്തിൻ്റെ മിക്സിങ്ങിനൊക്കെ ശേഷമാണ് ഞാൻ എൻ്റെ വോയിസ് ഡബ് ചെയ്യുന്നത്. ഒരു 2 ദിവസം കൊണ്ട് വൈകുന്നേരം 5 മുതൽ രാത്രി 9 മണി വരെ മറ്റേ തിയേറ്ററുള്ളൂ. അങ്ങനെ സ്റ്റുഡിയോ അപ്പോഴേ അവൈലബിലിറ്റി ഉള്ളൂ. അങ്ങനെ ആ സമയത്ത് ഡബ് ചെയ്ത സിനിമയാണ് അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവ് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത് എന്ത് ചെയ്താലും പാച്ചിക്കയ്ക്ക് കുറേ ഐഡിയാസ് വരും. പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടി അതുകൊണ്ട് പുള്ളി ഉടനെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ നിന്നിട്ട് മൈക്കിൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പോൾ നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ കൃഷ്ണേന്ദ്ര, നമുക്കത് അങ്ങനെ പറഞ്ഞാലോ, നമുക്കത് ഇങ്ങനെ പറഞ്ഞാലോ. അവസാനം ഒരു ദിവസം ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പാച്ചിക്ക എനിക്കിതിൽ കൂടുതൽ വരില്ല, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അല്ല തനിക്ക് വരുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അത് പറയേ. അത് പ്രത്യേകിച്ച് അതിലൊരു സീനുണ്ട്. ഞങ്ങൾ ഈ ബേബി ശാലിനിയും കുഞ്ചാക്കോ ബോബനും പിരിഞ്ഞു പോകുന്നൊരു ഷോട്ടുണ്ട്. നമുക്ക് പിരിയാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അവിടെ ഒരു മൂളൽ എന്നാൽ നമുക്ക് പിരിയാം അല്ലേ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള എഫക്റ്റ് കിട്ടാൻ ഒരു 16-17 ടേക്ക് എടുത്തു. അവസാനം ഒരു ടേക്കിൽ അതെങ്ങനെയോ വന്ന് വീണു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആണ്. സുധേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. എൻ്റെ ഒരു സ്നേഹിതൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റുണ്ട്. അദ്ദേഹം ഇളയരാജയ്ക്കും റഹ്മാനും ഒക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന മദ്രാസിൽ. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഈ പേര് വിളിച്ചത് 3 in 1. അന്നത്തെ കാലത്ത് 3 in 1 വലിയൊരു സംഭവമായിരുന്നു. റെക്കോർഡ് പ്ലെയർ ഉണ്ടാവും, ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, റേഡിയോ ഉണ്ടാവും, 3ഉം കൂടി ഒന്നിൽ തന്നെ കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ അഭിനയിക്കുകയും ചെയ്യും, ഡബ് ചെയ്യുകയും ചെയ്യും, പാട്ട് പാടുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് എന്നെ 3 in 1 എന്നുള്ള പേരിൽ വിളിച്ചത്. എന്തായാലും ഒന്നുമില്ലെങ്കിൽ ഒരു 10-25 സിനിമകളിൽ അഭിനയിക്കുകയും ഒരു തമിഴിലും മലയാളത്തിലും കൂടി ഒരു 1000ഓളം പാട്ടുകൾ പാടുകയും ഒരു 500-ന് മേൽ സിനിമയിൽ ഡബ് ചെയ്യുകയും ചെയ്ത ഞാൻ ഒരു ചെറിയൊരു 3 in 1 എങ്കിലും ആയത് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതൊരിക്കലും ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഈ അടുത്ത കാലത്ത് ഒരു നിരൂപകൻ എഴുതിയ പോലെ ഒരു സിനിമയിൽ അഭിനയിച്ച കൃഷ്ണേന്ദ്രന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നു എന്ന് ഏതോ ഒരു മാഗസിനിൽ എഴുതി കണ്ടു. അദ്ദേഹത്തിനോടൊരു വാക്ക്, ഞാൻ ഒരു സിനിമയിലല്ല ചേട്ടാ, 10-25 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 1000 പാട്ടോളം പാടിയിട്ടുണ്ട്, 500ഓളം പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹമുള്ളിടത്തോളം കാലം നമ്മൾ പിന്നെയും ഈ രംഗത്തൊക്കെ തന്നെ നിൽക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.